ഹലോ യൂട്യൂബ്, വെൽക്കം ചെയ്യുന്ന ഒരു വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ കയ്യിൽ നമ്മുടെ ക്ലാസിക് 350 ഹോണ്ട CB 350 ഉണ്ട്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, പാർട്ട് 1 എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ആ വീഡിയോയിൽ എനിക്ക് ഈ ഒരു വണ്ടി ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ കയ്യിൽ 2 മോഡലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ക്ലാസിക് 350 കിട്ടിയിട്ടുണ്ട്, CB 350 കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുക, ഒറ്റ നോട്ടത്തിൽ പറയുവാണെങ്കിൽ രണ്ടും ഒരേപോലെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു ബാഡ്ജ് നമ്മൾ മാറ്റി കഴിഞ്ഞാൽ ഇത് റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയല്ലേ എന്ന് വരെ ചോദിച്ചു. ആ ഒരു എഞ്ചിൻ കേസിൻ്റെ ഹോണ്ട എന്നുള്ള ബാഡ്ജ് പറ്റി കഴിഞ്ഞാൽ റോയൽ എൻഫീൽഡിൻ്റെ വണ്ടിയല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് പോകും. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, CB 350 എന്ന് പറയുന്നത് ഹൈനസിനെ റീപ്ലേസ് ചെയ്യുന്നൊരു വണ്ടിയല്ല. ഇപ്പോൾ ഹോണ്ടയുടെ ലൈനപ്പിൽ 350cc ലൈനപ്പ് നോക്കുകയാണെങ്കിൽ നമുക്ക് CB 350cc ഹൈനസ് വരുന്നുണ്ട്, 350cc RS വരുന്നുണ്ട്, അത് കൂടാണ്ട് CB 350 വരുന്നുണ്ട്. അങ്ങനെ 3 ലൈനപ്പാണ് വരുന്നത്. മറിച്ച് നമ്മുടെ റോയൽ എൻഫീൽഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഹണ്ടർ വരുന്നുണ്ട്, ബുള്ളറ്റ് വരുന്നുണ്ട്, ക്ലാസിക് വരുന്നുണ്ട്, മീറ്റിയോറും വരുന്നുണ്ട്. അങ്ങനെ 4 വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു 350cc J സീരീസ് എഞ്ചിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ജസ്റ്റ് ഒരു വാക്ക് റൗണ്ടും രണ്ടും തമ്മിൽ ചെറിയൊരു കമ്പാരിസൺ ആണ്. ഇതിൻ്റെ സ്പെക്ക്, ഇതിൽ കയറുന്നിട്ട് റൈഡിംഗ് പൊസിഷൻ എങ്ങനെയുണ്ട്, പിന്നെ എന്താ പറയുക വിഷ്വൽ കമ്പാരിസൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യാം. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ പറഞ്ഞു, വിഷ്വലി പറയുവാണെങ്കിൽ എന്താ പറയുക, ഒരു രക്ഷയില്ല. 2 വണ്ടിയും അടിപൊളിയാണ്. ഐ തിങ്ക് CB 350 ആണ് ഇപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക, കുറച്ചും കൂടി വലിയ വണ്ടിയായിട്ട് തോന്നുന്നത്. അതിൻ്റെ റീസൺ ഉണ്ട്, അവരെ 4 കവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ ആറിലുള്ള പോലെ തന്നെ 4 കവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. പക്ഷേ ഈ 4 കവർ കുറച്ചുകൂടെ മാസീവാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. പിന്നെ ഹെഡ്ലൈറ്റ് യൂണിറ്റ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി വലുതാണ് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു മാസീവ് ലുക്ക് ഇതിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടെത്താൻ മനസ്സിലാവും, ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും കണ്ടോ കുറച്ചും കൂടി ഒരു മാസീവ് ലുക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ പറയാതിരിക്കാൻ വയ്യ, ക്ലാസിക് ലുക്ക് നോക്കുവാണെങ്കിൽ ഐ തിങ്ക് റോയൽ എൻഫീൽഡ് തന്നെയാണ് ആ ഒരു മുൻതൂക്കം. കാരണം ഈ ഒരു പെയിൻ സ്കീമും ആ ഒരു ക്രോം സ്പോക്ക് വീൽ എല്ലാം കൊണ്ട് തന്നെ ഒരു ക്ലാസിക് അപ്പീലിംഗ് റോയൽ എൻഫീൽഡ് ക്ലാസിക് തന്നെയാണ്, പറയാതിരിക്കാൻ വയ്യ. അതിനർത്ഥം CB 350 ക്ലാസിക് അപ്പീലിംഗ് ഇല്ലെന്നല്ല, ഇതിൻ്റെ പെയിൻ സ്കീം അങ്ങനെയാണ്. എല്ലാം കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഒരു ക്ലാസിക് ലുക്ക്, ഒരു വിൻറ്റേജ് അപ്പീൽ കൊടുക്കുന്നൊരു പെയിൻ സ്കീം ഇപ്പോൾ കറൻ്റ് ഇവർക്ക് ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് ഒരു മെറൂൺ റെഡ് ഉണ്ട്, അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ ഈ ഒരു ഡാർക്ക് ഗ്രീൻ കളറ് നമുക്ക് CB 350 ഡാർക്ക് ഗ്രീൻ അങ്ങനത്തെ കളറൊന്നും ഇല്ലെന്നാണ് തോന്നുന്നത്. പിന്നെ എന്താ പറയുക, ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് സെയിം ഒരു മെറ്റലിൻ്റെ ഒരു ഫ്രണ്ടർ വരുന്നുണ്ട്, സെയിം ആണ്, രണ്ടും പെയിൻറ്റഡ് ആണ്. പക്ഷേ പെയിൻ ക്വാളിറ്റി ഇതിൻ്റെ എടുത്ത് പറയണം, ചെറിയൊരു ഗിൽറ്റൊക്കെയാണ്, നല്ല എഫക്റ്റാണ്. പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് സറൗണ്ടിങ് കുറച്ച് വ്യത്യാസമുണ്ട്. ഇതിന് ഹെഡ്ലൈറ്റ് കവർ വരുന്നുണ്ട് ചെറുതായിട്ട്, പിന്നെ ഒരു ക്യാപ്പ് പോലെ ഇങ്ങനെ ഒരു ഇതും വരുന്നുണ്ട്, പിന്നെ 2 പൈലറ്റ് ലാമ്പും കാണാൻ പറ്റും. നമ്മുടെ CB 350 ആവട്ടെ അങ്ങനത്തെ സാധനമൊന്നുമില്ല, എക്സ്പോസ്ഡാണ് കുറച്ചും കൂടി നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഒരു 4K ഈ ഒരു സ്റ്റേ വന്നിട്ട് അതിനകത്തേക്കാണ് ഹെഡ് ലാമ്പ് പിടിപ്പിച്ചിരിക്കണേ. പിന്നെ ഒരു കവർ ചെറുതായിട്ട് മിസ്സിംഗ് ആണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞതിന് കുറച്ചും കൂടി ഒരു ക്ലാസിക് അപ്പിൽ ഈ ഒരു വണ്ടിക്ക് വരുന്നുണ്ടെന്ന്. പിന്നെ സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ 2 ടാങ്ക് എടുത്ത് നോക്കാം, നമുക്ക് കുറേ സിമിലറായിട്ട് തോന്നുന്നുണ്ട്. പക്ഷേ എനിക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും CBയുടെ ഈ ഒരു ടാങ്ക് പോർഷനും ഈ ഒരു ഐ തിങ്ക് ബാറ്ററി കവർ കുറച്ചും കൂടി വലുതാണ് കമ്പയർ ടു ക്ലാസിക്. ഇതിൻ്റെ ആണെങ്കിൽ നമുക്കൊരു ടാങ്ക് കപ്പാസിറ്റി 15.2 ലിറ്റേഴ്സ് ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. നമുക്ക് ഇതിനാണെങ്കിൽ 13 ലിറ്റർ ടാങ്ക് കപ്പാസിറ്റി വരുന്നുണ്ട്. ടാങ്ക് ഡിസൈൻ ഒറ്റ കൊടുത്ത് സെയിം ആണെന്ന് തോന്നുമെങ്കിലും CB 350 കുറച്ചും കൂടി വലിയ ടാങ്കാണ് വരുന്നത്. പിന്നെ നമുക്ക് സൈഡിലേക്ക് വേണമെങ്കിൽ ആ ഒരു സീറ്റ് കാണാം. സീറ്റ് ലേ ഔട്ട് ഏറെക്കുറെ നമുക്ക് സിമിലറായിട്ട് തോന്നും. പക്ഷേ സീറ്റിൻ്റെ കുഷനിങ് നോക്കുകയാണെങ്കിൽ ഐ തിങ്ക് ക്ലാസിക്കിനാണ് കുറച്ചും കൂടി ഒരു തിക്കറായിട്ടുള്ള സീറ്റ് വരുന്നത്, കണ്ടാൽ തന്നെ മനസ്സിലാവും. പക്ഷേ രണ്ടും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റാണ്, നമ്മൾ ഇരിക്കുമ്പോൾ തന്നെ മനസ്സിലാവും, ഓടിക്കാനൊക്കെ വളരെ സുഖമാണ്. രണ്ടിൻ്റെയും മെയിൻ പാർട്ട് ആ ഒരു എഞ്ചിൻ എന്ന് പറയുന്നത് രണ്ടിനും ഒരേ ക്യൂബിക് കപ്പാസിറ്റിയാണ് ഏറെക്കുറെ. അതാകുമ്പോൾ ഒരു 349cc, ഇതാകുമ്പോൾ ഒരു 348cc വരുന്നുണ്ട്. പക്ഷേ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഹെഡ് വ്യത്യാസമുണ്ട്. ഇതിനാകുമ്പോഴത്തേക്ക് ഒരു 4 വാൽവ് എഞ്ചിനാണ് വരുന്നത്. ഇതിനാവട്ടെ J സീരീസ് നമ്മളുടെ അവർ ഇൻട്രൊഡ്യൂസ് SOS എഞ്ചിൻ തന്നെയാണ്, പക്ഷേ ഇതിനൊരു 2 വാൽവ് എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ പവർ ഔട്ട്പുട്ട് നോക്കുകയാണെങ്കിൽ രണ്ടിനും ഏറെക്കുറെ സെയിം പവർ ഔട്ട്പുട്ടാണ്, അറൗണ്ട് 20 bhp ആണ് പവർ വരുന്നത്. എവിടെ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്കിലാണ് വ്യത്യാസം വരുന്നത്. നമുക്ക് ഇതിനാവത്തേക്ക് ഏറെക്കുറെ 29 Nm ടോർക്ക് വരുന്നുണ്ട്, അതിനാവട്ടെ 27 Nm ടോർക്ക് വരുന്നുള്ളൂ. പക്ഷേ ഇൻട്രസ്റ്റിംഗ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് 1000 RPM മുന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക്. ഞാനിപ്പോൾ ഒരു പവർ ഫിഗേഴ്സിൻ്റെ എടുത്തിട്ട് കാണിച്ചു തരാം, അപ്പോൾ മനസ്സിലാവും ഇതെപ്പോഴും ഒരു 1000 RPM മുമ്പാണ് പവറും ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ലോ ആൻഡ് ടോർക്ക് അടിപൊളിയാണ്. ഇതിൻ്റെ ഒരു അബൻഡൻസ് ഓഫ് ലോ ആൻഡ് ടോർക്ക് എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ടോർക്കാണ് ഈ വണ്ടിക്കുള്ളത്. അത് മോശമല്ല, നല്ല ടോർക്കാണ്, ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. പക്ഷേ 2 വാൽവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഹയർ അറിവിൽ ക്ലൈം ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഇത് സ്ട്രഗിൾ ചെയ്യണ പോലൊരു ഫീൽ നമുക്ക് അതിൽ ഫീൽ ചെയ്യും. പിന്നെ സൈഡിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് ഫുഡ് പാക്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഇത് കണ്ടോ കുറച്ചും കൂടി താന്നാണ്, പാരലായിട്ടാണ് ഈ ഫുഡ് പാക്സ് ഇരിക്കുന്നത്. അതിന് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഒരു ഇംഗ്ലണ്ടായിട്ട് ഇരിക്കുന്നുണ്ട്. ഇതിന് കുറച്ചും കൂടി എന്താ പറയുക, ഞാൻ റൈഡിംഗ് പൊസിഷൻ കാണിച്ചു തരാം. ഇപ്പോൾ നമുക്ക് ക്ലാസിക്കിൽ കയറി നിന്നിട്ട് അതിൻ്റെ റൈഡിംഗ് പൊസിഷൻ കുറച്ച് കാണിച്ചു തരാം. രണ്ടും അപ്രൈറ്റ് ആണ്, പക്ഷേ ക്ലാസിക്കിന് ഒരു വ്യത്യാസമുണ്ട്.
കണ്ടോ ഫുഡ് പെക്സ് ഞാൻ പറഞ്ഞു രണ്ടിനെയും കുറച്ച് ഫ്രണ്ട് സെറ്റാണ്. പിന്നെ ഹാൻഡിൽ ബാർ പൊസിഷൻ നോക്കിയാൽ മനസ്സിലാവും, നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള ഹാൻഡിലാണ്, കുറച്ചും കൂടി നേരെ ഫേസ് ഇരിക്കുന്ന ഹാൻഡിലാണ്ട് തന്നെ നമുക്കിങ്ങനെ അത്യാവശ്യം നമുക്ക് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ പറ്റും. നല്ല കംഫർട്ടബിളാണ്, നല്ല സുഖമാണ്. ഹാൻഡിൽ കുറച്ച് താന്നാണ് പൊങ്ങി തന്നെ, പക്ഷെ എന്നാലും വളരെ കംഫർട്ടബിളായിട്ട് ലോങ് റൈഡൊക്കെ പോകാനൊക്കെ ആയിട്ട് സുഖമാണെന്ന് തോന്നുന്നു. പിന്നെ നമുക്കിനി സി ബിയിൽ കയറുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതിനും അപ്രൈറ്റുള്ള പൊസിഷനാണ്. പക്ഷേ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇതിൻ്റെ ഫുഡ് പെക്സ് അത്ര ഒരു ഫ്രണ്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല, ഫ്രണ്ടാണെന്ന് തോന്നുന്നു. പക്ഷേ കുറച്ചും കൂടി എൻ്റെ കാല് താന്നിട്ട് പാരലായിട്ടിരിക്കുന്നത്. പിന്നെ ഹാൻഡിൽ കണ്ടോ കുറച്ചും കൂടി ഇങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്ന ഹാൻഡിലാണ്, അതുകൊണ്ട് അത്ര ഒരു അപ്രൈറ്റ് പോലെ തോന്നുന്നില്ല. എന്നാലും സ്റ്റിൽ അപ്രൈറ്റ് ആണ്. കുറച്ചും കൂടി ഒന്ന് താണിരിക്കുന്ന ഒരു ഫീൽ വരുന്നുണ്ട്. ആ ഒരു കമാൻഡിങ് ആയിട്ടുള്ള പൊസിഷൻ പോലെ തോന്നുന്നില്ല, കുറച്ചും കൂടി ഒന്ന് താണിരിക്കുന്ന പോലത്തെ ഒരു പൊസിഷനാണ് ഇതിന് തോന്നണേ. ഉണ്ട്. പിന്നെ പില്ലൻ കംഫോർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ രണ്ടിലും പില്ലൻ കംഫോർട്ട് അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. ആക്കൂടി ഒരു വ്യത്യാസം എന്ന് പറയുന്നത് പില്ലൻ പിടിച്ചിരിക്കാൻ കുറച്ചും കൂടി സുഖം അതിനാണ്. അത് പറയാൻ കാര്യം നിങ്ങൾ ഇതിൻ്റെ ഗ്രാബിളിൻ്റെ പൊസിഷൻ കണ്ടോ കുറച്ച് താണാണ്, അതായത് സീറ്റിന് നേരെയാണ് ഗ്രാബിളിരിക്കുന്നത്, അപ്പോൾ ഊർന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതിലാവട്ടെ ഗ്രാബിളുണ്ടോ കുറച്ചും കൂടി ബാക്കിലേക്കുമാണ്, കുറച്ചും കൂടി പൊങ്ങിയിരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ പിടിച്ചിരിക്കാൻ കുറച്ചും കൂടി സുഖം ഇതാണ്. പിന്നെ മൂവിങ് ടു ദ സൈഡ് ഞാൻ പറഞ്ഞു ഇവിടെ CB350 കൊടുത്തിട്ടുണ്ട്, അവിടെ ക്ലാസ് റിവ്യൂയുടെ ഒരു സ്റ്റിക്കറിങ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു 240 mm ആണെന്ന് തോന്നുന്നു ഡിസ്കും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ടയർ പ്രൊഫൈൽ പറയാൻ വിട്ടുപോയി, രണ്ടിന് നമുക്ക് ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ച് അലോയ്സ് വരുന്നുണ്ട്. ക്ലാസ് 350 ടോപ്പ് എൻഡ് മോഡൽസിനൊക്കെ നമുക്ക് അലോയ് വീൽസ് അവൈലബിൾ ആണെന്ന് നോക്കി ഐ തിങ്ക് ഓപ്ഷണലായിട്ട് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ബേസിന്, അത് ഞാൻ കൃത്യമായിട്ടുള്ള താഴെ കൊടുക്കാം. പിന്നെ ബ്രേക്ക് സെറ്റപ്പ് ഒക്കെ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ഡിഫറൻ്റ് ആണ്. ഇതിലൊരു 310 mm ഫ്രണ്ട് ഡിസ്ക് വരുന്നുണ്ട്, അതൊരു 300 mm ഡിസ്ക്കാണ്. അതിൽ ബാക്കിൽ അത്യാവശ്യം മാസീവായിട്ടുള്ള ഡിസ്ക് വരുന്നുണ്ട്. പക്ഷേ എന്താ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വരുന്നത് നിസിൻ്റെ കാലിപ്പേഴ്സാണ്, കുറച്ചും കൂടി ബെറ്റർ ബ്രേക്സാണ് നിസിൻ എന്ന് പറയുന്നത്. ഇത് അപ്പോഴത്തേക്കും നമുക്ക് ഫ്രണ്ടും ബാക്കും വൈബ്രയാണ് വരുന്നത്. ഓക്കെ, ഇത് നമ്മുടെ പഴയ ബുള്ളറ്റിനെ ഉറപ്പിക്കുന്ന പോലത്തെ ഒരു ടെയിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിനാവട്ടെ നമുക്ക് ആ ഒരു വട്ടത്തിലുള്ള ഒരു സൂപ്പർ മീറ്ററിലാണ് അവർ ആദ്യം കൊണ്ടുവന്ന ഒരു റൗണ്ടായിട്ടുള്ള ടെയിൽ ലൈറ്റും കാര്യം വരുന്നുണ്ട്. പിന്നെ ശ്രദ്ധിക്കുക, നമുക്ക് CB350 മാത്രമാണ് ഫുൾ LED വരുന്നത്, അത് LED ഹെഡ്ലൈറ്റ്, LED ഇൻഡിക്കേറ്റേഴ്സ്, LED ടെയിൽ ലൈറ്റ് വരുന്നുണ്ട്. പക്ഷേ ക്ലാസ് 350 എല്ലാം ബൾബാണ്, ബൾബ് ഇൻഡിക്കേറ്റേഴ്സ്, ബൾബ് ഹെഡ്ലൈറ്റ്, ബൾബ് പൈലെല്ലാം എല്ലാം ബൾബാണ് വരുന്നത്. അതാണ് വേറെ വ്യത്യാസം. പിന്നെ വേറൊരു വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഗിയർ ബോക്സ് ആണ്. ഇതിനൊരു 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്, രണ്ടിനും 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പക്ഷേ മേജർ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനാകുമ്പോഴത്തേക്ക് നമുക്ക് സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വരുന്നുണ്ട്. ഇതിനങ്ങനെ സ്ലിപ്പർ ക്ലച്ചോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല, നോർമൽ 5 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. പക്ഷേ യൂസ് ചെയ്യുമ്പോൾ വെച്ചുമ്പോഴത്തേക്ക് ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കേട്ടോ. ബട്ട് സ്റ്റിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടി ബെറ്റർ ഗിയർ ബോക്സ് CB350 ആണ്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ നിങ്ങൾ CBയിൽ നോട്ടീസ് കാണും, ഈ രണ്ടെന്ന് പറയുന്നത് വണ്ടിയുടെ ആക്സസറി ആണ് കേട്ടോ. LED ആണ് നമുക്കിവിടെ ഹോണ്ടയിൽ തന്നെ വയ്ക്കാവുന്ന ആക്സസറി വരുന്നത്. പിന്നെ ഈ ഒരു ക്രാഷ് കാർഡ് നമുക്ക് ആക്സസറി വരുന്നത്. ബുള്ളറ്റിനാവട്ടെ ക്ലാസിക്കിനാവട്ടെ ഇതെന്ന് പറയുന്നത് ആക്സസറിയാണ്, വേറെ ഒന്നും ഇതിന് ആക്സസറി കയറിയിട്ടില്ല. അപ്പോൾ വേറെ എന്താ പറയുക, വണ്ടിയുടെ എഞ്ചിൻ ഞാനിപ്പോൾ 2 വണ്ടി ഓടിച്ചാണ്, ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാണാൻ ചെയ്തിട്ടുണ്ട്. ഓടിച്ച് വെച്ച് പറയുമ്പോഴത്തേക്കും ഇത് ഭയങ്കര ടോർക്കായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഭയങ്കര ടോർക്കാണ്. അതായത് നമ്മൾ ഏത് ഗിയറിലിട്ടാലും അതേ ഒരു ടോർക്ക് ഫീൽ നമുക്ക് കിട്ടും, ഒരു ഓൾ 5 ഗിയറിൽ ഒരേപോലെ തോന്നും. പക്ഷേ എൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കുറച്ചും കൂടി ടോളർ ഗിയറാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്വിച്ചിലേക്ക് ഓടിക്കുമ്പോഴത്തേക്കും അടിക്കടി ഗിയർ മാറ്റേണ്ട ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇതും ടോളറാണ്, പക്ഷേ പവർ ഡെലിവറി കുറച്ചും കൂടി വ്യത്യാസം, കുറച്ചൊരു ഹയർ RPM ഇരിക്കുന്നുണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു ഗിയറിൽ തന്നെ കുറച്ചും കൂടി ക്രൂസ് ചെയ്യാൻ പറ്റുന്ന പോലെ തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താ പറയുക, ടയർ പ്രൊഫൈലൊക്കെ നോക്കുവാണെങ്കിൽ ടയർ പ്രൊഫൈൽ ചെറിയ വ്യത്യാസമുണ്ട്. അതിനൊരു 100 സെക്ഷൻ ഫ്രണ്ട് ടയറാണ് വരുന്നത്, ഇതിന് 100 സെക്ഷൻ ഫ്രണ്ട് ടയറാണ് വരുന്നത്. ബാക്കിൽ ഇതിന് 1/3 സെക്ഷൻ വരുന്നുണ്ട്, കുറച്ചും കൂടി വലിയ ടയർസാണ്, അതിനാവട്ടെ 120 വരുന്നുള്ളൂ. അപ്പോൾ എന്താണ് വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാർട്ട് ഫ്രം ബാക്കിൽ കുറച്ചും കൂടി വലിയ ടയറാണെന്ന് മാറ്റി എടുത്തു കഴിഞ്ഞാൽ ഇതിന് C8 ടയർസും ഇതിന് MRF ടയർസ് വരുന്നത്. എന്നോട് പേഴ്സണലി ചോദിക്കുകയാണെങ്കിൽ MRF ആർ ബെറ്റർ ദാൻ C8 എന്നേ പറയാനുള്ളൂ, കുറച്ചും ബെറ്റർ ടയർസ് ഇതിനാണ് വരുന്നത്. ഓക്കെ, പിന്നെ എക്സോസ് ഒക്കെ നോക്കിയോ, ഏറെക്കുറെ സെയിം ഡിസൈനാണ്, കുറേ ഒരു പി ഷൂട്ടർ ടൈപ്പിലുള്ള ഒരു എക്സോസാണ് ബാക്കിൽ വരുന്നത്. ഇതിനും നമ്മുടെ CB ഹൈനസും RSും വെച്ച് കുറച്ചും കൂടി ലോങ്ങർ എക്സോസാണ്. ഈവൻ CB RSും നമ്മുടെ ഹൈനസും വെച്ച് നോക്കുമ്പോഴത്തേക്കും വീൽ ബേസ് കുറച്ച് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അവർക്ക് എക്സോസ് നീട്ടുണ്ട്, അതുകൊണ്ടാണ് ആ പഴയ ഒരു സൗണ്ട് ഇതിന് കിട്ടാത്തത്. ഞാൻ രണ്ടിൻ്റെയും സൗണ്ട് ജസ്റ്റ് ഒന്ന് കേൾപ്പിച്ചാൽ, അപ്പോൾ നിങ്ങളൊന്ന് പറയാം ഏത് സൗണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്ന്. വാവ്, നല്ല ബേസിയറാണ് കേട്ടോ, ഐഡലിങ്ങിൽ തന്നെ നല്ല ബേസിയർ നോട്ടാണ്. പക്ഷേ പഴയ ആ തം സൗണ്ട് ഇല്ല യൂസ് വെച്ച് എൻജിൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, പക്ഷേ സ്റ്റിൽ ബേസിയറാണ്. ഞാൻ കുറച്ചൊന്ന് സൗണ്ട് കേൾപ്പിച്ചു തരാം. ഓ മാൻ, ഓ മാൻ, ബ്രില്യൻ നോട്ട്. ഇനി നമുക്ക് CB350 എക്സോസിനോടൊന്ന് കേട്ടു നോക്കാം കേട്ടോ. എന്താ കുറച്ചും കൂടി എന്താ പറയുക, ഒരു ത്രോട്ടിയറായിട്ടുള്ള നോട്ടാണ് ഇതിന് വരുന്നത്. കണ്ടോ,
അത്ര ഒരു ബേസിനെസ് ഫീൽ ചെയ്യുന്നില്ല. ഐഡിലിങ്ങിൽ ആ ഒരു ബേസിനെസ് ഗുഡ് സൗണ്ട് ഇല്ല. പക്ഷേ സ്റ്റിൽ നിങ്ങൾ കേട്ടാൽ മനസ്സിലാവും ഇത് സൗണ്ടൊക്കെ ഉണ്ട്. കൊടുക്കുവാണെങ്കിൽ ഓ മാൻ, കുറച്ചും കൂടി റിഫൈൻഡ് ആയാലും തോന്നുന്നുണ്ട് ഈ ഒരു സൗണ്ട്. ഓ മാൻ, പൊളി. പഴയ ആ ഒരു CBയുടെ സൗണ്ടൊന്നും ഇല്ല, അതൊക്കെ പോയി. കാരണം ഞാൻ പറഞ്ഞു കുറച്ചും കൂടി ലോങ്ങർ എക്സോസ് വന്നുകൊണ്ട് തന്നെ ആ ഒരു സൗണ്ട് ചെറുതായിട്ടൊന്ന് മിസ്സായിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ട് വണ്ടിയുടെ ഫീച്ചേഴ്സൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 6ക്ക് ആകെ വരുന്നൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ട്രിപ്പറാണ്. നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഒരു ഗൂഗിളിൻ്റെ ട്രിപ്പർ ആഡ് ചെയ്യാൻ പറ്റും. നമുക്ക് മാപ്പും കാര്യങ്ങളൊക്കെ അവിടെ എന്താ പറയുക ടേൺ ബൈ ടേൺ നാവിഗേഷൻ ആഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് വേറെ ഈ ക്രാഷ് കാർഡ് അങ്ങനത്തെ കാലം മാറ്റി എത്തി കഴിഞ്ഞാൽ വേറെ ആക്സറിങ് കാര്യങ്ങളൊന്നും അതിന് വരുന്നില്ല. ഇതിനാവട്ടെ നമുക്ക് LED ഹെഡ്ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ സ്ലിപ്പർ ക്ലച്ച് ഞാൻ പറഞ്ഞു, സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഡാഷിലാണെങ്കിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആണ്. ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. യെസ്, കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത്. അതായത് അതിൻ്റെ കുറച്ചും കൂടി ഒരു ബെറ്റർ വെർഷൻ എന്ന് പറയുമ്പോൾ, ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല, പ്രിഫറൻസ് ആണ്. ചിലർക്ക് ഇങ്ങനെ തന്നെ ഇരിക്കണേക്ക് ഇഷ്ടം, ചിലർക്ക് കുറച്ചും കൂടി ഫീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് പറ്റിയ വണ്ടിയാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് കൺസോളൊന്ന് ജസ്റ്റ് കാണിച്ചു തരട്ടെ രണ്ടിൻ്റെ. ഇതിൻ്റെ സ്വിച്ചേഴ്സൊക്കെ നോക്കുവാണെങ്കിൽ പാസ് സ്വിച്ച്, പിന്നെ കൺസോൾ ടോഗിൾ ചെയ്യാനുള്ള സ്വിച്ച് വരുന്നുണ്ട്. ഹോൺ മേളിലും ഇൻഡിക്കേറ്റർ താഴെ, പിന്നെ ഹസാർഡ് വരുന്നുണ്ട്, എഞ്ചിൻ സ്വിച്ച് വരുന്നുണ്ട്, പിന്നെ ഡ്യുവൽ ത്രോട്ടിൽ കേബിളും കാര്യമൊക്കെ വരുന്നുണ്ട് കേട്ടോ. കൺസോൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ കാണാം. ഇവിടെ ചെറിയൊരു ഡിസ്പ്ലേ ആണ്. അവിടെ നമുക്ക് ടോട്ടൽ ഓടോ ട്രിപ്പ് ഓൺ അങ്ങനെ ഡീറ്റെയിൽസ് കാണാൻ പറ്റും. ഫ്യൂൽ ഇൻഡിക്കേറ്റർ ഉണ്ട്, വലിയൊരു ഗിയർ പോസ് ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രാക്ഷൻ കൺട്രോൾ, പിന്നെ ഇവിടെ വാർണിങ്സും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തേക്കുന്നത് എല്ലാം ഉണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ള എല്ലാം അതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇരിക്കുന്നത് ഡിലക്സ് പ്രോ വേരിയൻ്റാണ്. അതെങ്ങനെ മനസ്സിലായെന്ന് വെച്ചാൽ ഡിലക്സ് പ്രോയ്ക്ക് നമുക്ക് ഡ്യുവൽ ഹോൺ വരുന്നുണ്ട്, ബ്രൗൺ സീറ്റ്സ് ആണ്, പിന്നെ ഇത് ക്രോം ആയിരിക്കും, പിന്നെ ഈ ഒരു ഫെൻഡർ കവറും ഈ ഒരു ഫോർ കവറും എന്ന് പറയുന്നത് ഈ പെയിൻറ്റഡ് ആയിരിക്കും. വെറും ഡിലക്സിന് നമുക്ക് ബ്ലൂടൂത്ത് ഉണ്ടാവില്ല. പിന്നെ ഇത് ബ്ലാക്ക് ആയിരിക്കും, ഫെൻഡറൊക്കെ ഇതൊക്കെ ബ്ലാക്ക് ആയിരിക്കും, ഇതും ബ്ലാക്ക് ആയിരിക്കും. ഇതാണ് വ്യത്യാസം. ഇതിന് നമുക്ക് വോയിസ് അസിസ്റ്റൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ കൺസോൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയാൻ പറ്റിയൊന്നുമില്ല. ഓക്കെ, ഇനി നമുക്ക് ക്ലാസിക്കിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് കൺസോളാണ്. നമുക്ക് ഇവിടെ ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, മൈൽസ് പെർ ഹവറും വരുന്നുണ്ട്, കിലോമീറ്ററും വരുന്നുണ്ട്, ചെറിയ ഡാഷ് ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ക്ലാസ് 350 ചെയ്തിട്ടുണ്ട്. കുറച്ചും കൂടി നീറ്റാണ്. ഈ ഒരു പീസ് വരുന്നതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ഇരിക്കുന്നത് കാണാൻ കുറച്ചും കൂടി ഒരു ക്ലാസിക് ലുക്ക് ഇതിനാണ് വരുന്നത് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇനി ഇത് ഓണാവുകയാണെങ്കിൽ നമുക്കിവിടെ ഓഡോമീറ്റർ കാണാം, ടൈം കാണാം, ഫ്യൂൽ ലെവൽ ഇൻഡിക്കേറ്റർ കാണാം, ബാറ്ററി വാണിംഗ് ഉണ്ട്. പിന്നെ മിസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ ഇതിനകത്തില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്ററും കാരണം വരുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്, വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു സർവീസ് സെൻ്ററിൻ്റെ അവൈലബിലിറ്റിയാണ്. നമുക്ക് എൻഫീൽഡ് കൊണ്ട് വേണമെങ്കിൽ ഓൾ ഇന്ത്യ നോക്കുവാണെങ്കിൽ എല്ലായിടത്തും സർവീസ് സെൻ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് CB350ക്ക് ബിഗ് വിങ് ഷോറൂമിൽ നിന്ന് മാത്രമേ വണ്ടി ഇറക്കാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ സർവീസ് സെൻ്ററിൻ്റെ ഒരു അവൈലബിലിറ്റിയാണ് CBനെ ശരിക്കും മുന്നോട്ട് വലിക്കുന്നത്. പക്ഷേ ഇതാവട്ടെ നമുക്ക് എല്ലായിടത്തും സർവീസ് സെൻ്ററും കാരണം വരുന്നുണ്ട്. ഞാൻ രണ്ടിൻ്റെ എന്താ പറയുക, ഞാൻ പറഞ്ഞു CB350ക്ക് 2 ടൈപ്പ് വേരിയൻ്റ് വരുന്നുണ്ട്, ഡിലക്സും വരുന്നുണ്ട്, ഡിലക്സ് പ്രോയും വരുന്നുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെ റേറ്റ് കൊടുത്തേക്കാം. ഇതിനാവട്ടെ നമുക്കൊരു കുറച്ചധികം, എനിക്ക് 4 വേരിയൻ്റ് എന്ന് വരുന്നുണ്ട്, അതിൻ്റെ റേറ്റ് ഞാൻ കൊടുത്തേക്കാം. പക്ഷേ ശ്രദ്ധിക്കുക, ഇത് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിംഗിൾ ചാനൽ ABSും വരുന്നുണ്ട്, ഡ്യുവൽ ചാനൽ ABSും വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയെടുക്കുക. ഇതിനാവട്ടെ നമുക്ക് 2 മോഡൽസിനും ഡ്യുവൽ ചാനൽ ABSും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഓക്കെ, hard to get to know me, but better than the lies. No way I'd let you slip by. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ CB350 ഒന്ന് ഓടിച്ച് നോക്കാം കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഓടിച്ചാണ്, അവനാണ് ഇതെടുക്കുന്നത്. അപ്പോൾ അവൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാൻ 6.1 എന്താണ് ഉണ്ട്. അവന് അത്യാവശ്യം പ്ലാനറ്റ് ഫുട്ടാണ്, എൻ്റെ പോലെ അല്ല. ഓ മാൻ, ഫസ്റ്റ് തന്നെ ഓടിച്ച് ചെയ്യുന്നതിൻ്റെ സൗണ്ടാണ് കേട്ടോ. ക്ലാസിക്ക് മുമ്പിലുണ്ടെങ്കിൽ നമ്മൾ ഓൾമോസ്റ്റ് ഇതിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ല എന്ന് വേണം പറയാനായിട്ട്. ഓ മാൻ, ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് എന്താണെന്ന് പറയട്ടെ, ഇത് ഭയങ്കര റിഫൈൻഡായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര റിഫൈൻഡ് ത്രോട്ട് റെസ്പോൺസ് ഒക്കെ നോക്കിയത് ഇതിങ്ങനെ കൊടുക്കാം. ഓ മാൻ, സോ പ്രിസൈസ്. ഗിയർ ബോക്സ് ആവട്ടെ, ഞാൻ പറഞ്ഞു സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് വരുന്നതുകൊണ്ട് തന്നെ വളരെ സ്മൂത്താണ്. ഓടിക്കാനൊക്കെ ആവട്ടെ, എൻ്റെ മോനെ ഇത് ക്ലച്ചിലെസ് അപ്ഷിഫ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇത് കണ്ടോ ആ ഒരു കോൺഫിഡൻസ് വണ്ടി തരുന്നുണ്ട്. ചേരുതട്ടോ, ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. വളരെ കോൺഫിഡൻസ് വണ്ടി തരുന്നുണ്ട്. പിന്നെ ഇങ്ങനത്തെ ചെറിയ റോഡിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നല്ല രസമുണ്ടോ, എസ്പെഷ്യലി
പിന്നെ സസ്പെൻഷൻ നോക്കുവാണെങ്കിൽ ഇതിനൊരു 41mm, രണ്ടിനും 41mm ഷോക്കാണ് വരുന്നത്. ബാക്കിലാവട്ടെ ഡ്യുവൽ ഷോക്കാണ്, മോണോ ഷോക്കൊന്നുമില്ല. പറയാതിരിക്കാൻ വയ്യ, ഇതിൻ്റെ ഷോക്കാണ് കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുന്നത്. എസ്പെഷ്യലി റിയർ നന്നായിട്ട് തുള്ളി കളിക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അതും കുഴപ്പമില്ല കേട്ടോ, രണ്ടും സോഫ്റ്റാണ്, പക്ഷേ ദിസ് ഫീൽസ് എ ലോട്ട് സോഫ്റ്റർ. പിന്നെ മൈലേജ് ഒക്കെ നോക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞു ഇതൊരു 4 വാൽവ് ഹെഡോട് വരുന്നുണ്ട് തന്നെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിരിക്കും ഈ ഒരു വണ്ടി. അതുകൊണ്ട് തന്നെ നമുക്കൊരു 3-4 കിലോമീറ്റർ എക്സ്ട്രാ മൈലേജ് ഇതിൽ കിട്ടാം. നന്നായിട്ട് ഓടിച്ച് കഴിഞ്ഞാൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഒരു 41 അടുത്തൊക്കെ നന്നായിട്ട് ക്രൂസ് ചെയ്യണമെങ്കിൽ കിട്ടും. ബാഡ് റോഡ്സിലൊക്കെ CB ഈസ് പെർഫോമിങ് ബ്രില്യൻ, പറയാതിരിക്കാൻ വയ്യ. കിടക്കണം, RS കിടക്കുന്നു. മാൻ, ഈവൻ ഇങ്ങനെ പോയിട്ട് പോലും ഞാൻ സൗണ്ട് കേൾക്കുന്നത് ഹൈനസിൻ്റെ ക്ലാസിക്കിൻ്റെ കേട്ടോ. കാര്യം പറയാൻ വിട്ടുപോയി, നമ്മുടെ ഇത് തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ CB 350ക്ക് അറൗണ്ട് 8 kg കുറവാണ്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും, അതായത് അത് 196 കിലോ 190 കുറവായതുകൊണ്ട് തന്നെ ഇത് കുറച്ചും കൂടി നിമ്പിളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. വളയ്ക്കാനും തിരിക്കാനൊക്കെ ആണെങ്കിൽ നോക്കി, ഇറ്റ് ഫീൽസ് എ ലോട്ട്, ഇതുണ്ടോ, നിംബിളർ ദാൻ ദി ക്ലാസിക് 350. എടുത്ത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ എന്നാ പറയുക, സസ്പെൻഷൻ ഞാൻ പറഞ്ഞു. പിന്നെ മൊത്തത്തിൽ കൊള്ളാട്ടോ. നിങ്ങൾ അതിൻ്റെ ഒരു ബെറ്റർ വെർഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടി റിഫൈൻഡ് വെർഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും ചൂസ് ചെയ്യുന്നൊരു വണ്ടിയാണ് ഹൈനസ് എന്ന് CB 350 എന്ന് പറയുന്നത്. എനിക്ക് എപ്പോഴും പേര് മാറിപ്പോയി, അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയുള്ളവർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റിഫൈൻമെൻറ്റിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും പറ്റിയൊരു വണ്ടിയാണ് ഈ ഒരു CB 350 എന്ന് പറയുന്നത്. ഇതൊരു കമ്പാരിസൺ അല്ല. ഇത് തമ്മിൽ കമ്പയർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് രണ്ട് പ്രെഫറൻസ് ആണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി ഫീൽ ആൻഡ് കണക്ഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതെടുക്കാവുന്നതാണ്. കുറച്ചും കൂടി റിഫൈൻഡ് വേണം, കുറച്ചും കൂടി ലോങ് ടേം, നിങ്ങളിതൊരു 15 അല്ലെങ്കിൽ 20 എല്ലാം സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് CB എടുക്കാവുന്നതാണ്. അത് മോശമൊന്നുമല്ല കേട്ടോ, ഞാൻ പറഞ്ഞു ഇതൊരു ഭയങ്കര ടഫായിട്ടുള്ളൊരു കമ്പാരിസൺ ആണ്. ഗായ്സ്, നമ്മൾ വണ്ടി സ്വിച്ച് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് ക്ലാസിക്കാണ്. ഇപ്പോൾ ബാക്ക് ടു ബാക്ക് റൈഡ് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത്, ഓ മാൻ, ഫുഡ് പെക്സ് കുറേയും കൂടി ഫ്രണ്ടിലാണെന്നുള്ള ഫീൽ വരും കേട്ടോ. പിന്നെ ടാങ്ക് കുറച്ച് താന്നിരിക്കുന്നത് ഇതിൻ്റെ, അതുകൊണ്ട് എനിക്ക് കാല് കണ്ടോ, എനിക്ക് കാല് ഭയങ്കരമായിട്ട് മുട്ടിരിക്കുന്ന തോന്നുന്നുണ്ട്. ഫസ്റ്റ് തന്നെ നോട്ടീസ് ചെയ്യുന്നത് അതാണ്, ഭയങ്കര താന്നാണ് ഇരിക്കണേ. ഇവിടെ ആകുമ്പോഴത്തേക്കും കുറച്ച് ടാങ്ക് പൊങ്ങിയിരിക്കുന്ന തോന്നുന്നുണ്ട്. പിന്നെ എന്നാ പറയുക, ഫസ്റ്റ് തന്നെ എന്താ പറയുക, ദിസ് ഈസ് മോർ എൻഗേജിങ്, പറയാതിരിക്കാൻ വയ്യ. കണ്ണാപ്പി ഹെൽമെറ്റും ഇല്ലാണ്ട് അവനെ ഓവർടേക്കാൻ വന്നേക്കണം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഞാൻ പറഞ്ഞ റൈഡിംഗ് വേർഷൻ കുറച്ചും കൂടി വ്യത്യാസമുണ്ട്. പിന്നെ എന്താ പറയുക, റിഫൈൻഡ് അല്ല, ചെറിയൊരു എരമ്പലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ 2 വാൽവ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ഹയർ RPM ക്ലൈം ചെയ്യുമ്പോഴത്തേക്കും ചെറിയൊരു എരമ്പലുണ്ട്. പക്ഷേ നോട്ട് ഇൻ എ ബാഡ് വേ, ഒരു ഗുഡ് വേ ആണ്. നല്ലൊരു ഫീലുള്ളൊരു മോട്ടോർ സൈക്കിളാണ് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും. ഒക്കെ ഇടിക്കുകയല്ല, ആ ഒരു വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചും കൂടി ഒരു എൻഗേജിങ് ആയിട്ടുള്ള തോന്നും. നമ്മൾ എപ്പോഴും ഇങ്ങനെ വിറപ്പിച്ചുകൊണ്ടിരിക്കും, അതാണ് ഉദ്ദേശം. അനോയിങ് ആയിട്ടുള്ള വൈബ്രേഷൻ അല്ല. പിന്നെന്താ പറയുക, കമ്പാരിറ്റീവ്ലി എക്സോസ് നോട്ട്, യെസ്, അത് ആദ്യം എടുത്ത് പറയണമല്ലോ, എക്സോസ് നോട്ട് കുറച്ചും കൂടി ലൗഡറായിട്ട് ഫീൽ ചെയ്യുന്നത് ഇതിൽ തന്നെ കേട്ടോ. ഫീൽസ് എ ലോട്ട് ലൗഡർ, കുറച്ചും കൂടി ബേസിയർ ആയിട്ടുള്ള ടോണാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എൻഗേജ്മെൻറ്റ് കുറച്ച് കൂടുതൽ ഇതിലാണ് തോന്നുന്നത് നമുക്ക് ഫസ്റ്റ് റൈഡ് ചെയ്യുമ്പോഴത്തേക്കും. ബിഗ് താങ്ക്സ് ടു കൈസൺ മോട്ടോഴ്സ്, ഈ ഒരു വണ്ടി അവർ പ്രൊവൈഡ് ചെയ്തു. പിന്നെ നമ്മുടെ മരട്ടിലുള്ള ടോപ്പ് ലൈൻ ബിഗ് വിങ് ഷോറൂം ഫോർ CB 350. അപ്പോൾ വീഡിയോ എനിക്കറിയാം അവിടെ നിന്ന് ഇവിടെ നിന്നായിട്ട് എടുത്ത പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ക്യാമറ 3-4 പ്രാവശ്യം ഓവർ ഹീറ്റായിട്ട് ഓഫായി പോയി. കാരണം എക്സ്ട്രീംലി ഹോട്ടാണ് ഇവിടെ, ചൂടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സുഖം തോന്നണേ. അതുകൊണ്ട് തന്നെ ക്യാമറ 3-4 വട്ടം ഓഫായി പോയി. അതുകൊണ്ട് തന്നെ എന്തോരം ക്ലിപ്പിങ്സ് മിസ്സായിട്ടുണ്ട്, കിട്ടിയെന്ന് എനിക്കൊരു ഐഡിയ ഇല്ല. ഇത് കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഒന്ന് സോറി, കാരണം വേറെ ഒന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ആൾക്കാർ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ പറയാൻ പറഞ്ഞു, ഫീൽ ഗുഡ് ആയിട്ടുള്ളൊരു വണ്ടി നോക്കുന്നുണ്ട്, റിഫൈൻമെൻ്റ് ഒന്നും വിഷയമില്ല, കുറച്ചും കൂടി ഫീൽ ഗുഡ് ആയിട്ടുള്ള വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ഇതെടുക്കാം. കാരണം ഇതിൻ്റെ സർവീസ് സെൻറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്, എല്ലായിടത്തും ഉണ്ട്. പിന്നെ പറയാതിരിക്കാൻ സ്വിച്ച് ഗിയേഴ്സൊക്കെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ട് ഇതിൻ്റെയാണ്, കുറച്ചും കൂടി എൻഗേജിങ് ആണ്. മറ്റേത് കുറച്ചും കൂടി പ്ലെയിൻ ആണ്. പിന്നെ ഫിറ്റ് ആൻഡ് ഫിനിഷൊക്കെ നോക്കുകയാണെങ്കിൽ 2 വണ്ടി ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, പറയാതിരിക്കാനായിട്ട് വയ്യ. പക്ഷേ CB ആണ് കുറച്ചും കൂടി ഒരു ടച്ച് ബെറ്റർ എന്ന് പറയാനുള്ളത്. അപ്പോൾ ഗായ്സ്, അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ചിയേഴ്സ്.